ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദരേഖയിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചു. അഴിമതി നടന്നതിന് തെളിവുണ്ടെന്നും വിജിലൻസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരണമെന്നും കത്തിൽ വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷം അതിന്റെ സമരം ആദ്യമേ ആ വിഷയം വന്നപ്പോൾ പ്രതിപക്ഷം വലിയ നിലയിൽ വിവാദം ഉയർത്തിയായിരുന്നെങ്കിലും പിന്നീട് പ്രതിപക്ഷത്തിന്റെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റുമൊക്കെ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് തണുപ്പിച്ചിരുന്നു. അതിനുശേഷം ഇന്നു മുതൽ ആ പ്രതിഷേധം വലിയ നിലയിലേക്ക് ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. അതിന്റെ ഭാഗമായി അതിന്റെ ആദ്യ നടപടി എന്നോണമാണ് ഇപ്പോൾ വിജിലൻസ് മേധാവിക്കും ഒപ്പം തന്നെ വിജിലൻസിലെ മറ്റു ഉദ്യോഗസ്ഥർക്കുമായി പ്രതിപക്ഷ നേതാവ് കത്തയച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ആവശ്യത്തിലധികമുണ്ട്. പക്ഷേ വിജിലൻസ് കേസെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം വിജിലൻസ് തന്നെ ഏറ്റെടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ കത്തിൽ പറയുന്നത്. അതിന്റെ തെളിവുകൾ ഇതിനോടകം തന്നെ ബാർ മുതലാളിമാരിൽ നിന്ന് ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് വിജിലൻസ് കേസെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന നടപടി മുൻപ് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് UDF മന്ത്രിസഭയിൽ അത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ സ്വീകരിച്ചതിന് സമാനമായ ഒരു നടപടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത്. അന്ന് വിജിലൻസ് മേധാവിക്ക് സമാനമായ നിലയിൽ VS അച്യുതാനന്ദൻ ഒരു കത്ത് അയച്ചിരുന്നു. KM മാണിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു കത്ത്. അതിന്റെ വഴിയാണ് ഈ വിഷയത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴുള്ള നീക്കം. മാത്രമല്ല, ഇന്ന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഇന്ന് തന്നെ ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി ബാർക്കോഴ വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സഭ പ്രക്ഷുബ്ധമാകാനും സഭ സ്തംഭിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, അതിന്റെ തൊട്ടുപിറകെ തന്നെ നിയമസഭയിലേക്ക് UDFന്റെ മാർച്ച് മറ്റന്നാൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 12-ാം തീയതി ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് 2 മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രിയും ഒപ്പം ടൂറിസം മന്ത്രിയും ഈ വിഷയത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ്. ടൂറിസം മന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഈ വിഷയങ്ങൾക്കും വിവാദങ്ങൾക്കും തുടക്കം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലവിലുള്ള ആരോപണം. താങ്ക് യു.